വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ കല്യാണം സീരീസ് സ്വീറ്റ് സിസ്റ്ററിൻ്റെ നെക്സ്റ്റ് വീഡിയോ ആണ്. ആൻഡ് ഇന്നത്തെ വീഡിയോസ് നത്തിങ് എൽസ് ബട്ട് നമ്മുടെ കല്യാണ ഇൻവിറ്റേഷൻ, വെഡിങ് ഇൻവിറ്റേഷൻ അൺബോക്സിംഗ് ആണ്. അപ്പോൾ നമ്മൾ വെഡിങ് ഇൻവിറ്റേഷൻ നോർമൽ ചെറിയ സംഭവം മതി എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നമ്മൾ കണ്ടിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വെഡിങ് കാർഡ് നമുക്ക് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് അൺബോക്സ് ചെയ്യാം. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ വീഡിയോ എടുക്കുക, അങ്ങനെയല്ല, നമുക്കപ്പോൾ അൺബോക്സ് ചെയ്യാം. സോ നമുക്ക് അൺബോക്സ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇത് നമ്മൾ സുപ്രീം കാർഡ്സ് ചാവക്കാടുള്ള തൃശ്ശൂരുള്ള അവരാണ് നമുക്കിത്, അവിടെ നമ്മളിത് ഓർഡർ ചെയ്തത്. അപ്പോൾ എത്ര ദിവസം എടുത്തമ്മ? ഒരാഴ്ചൻ്റെ ഉള്ള ഒരു സംഭവം നമുക്ക് തന്നു. ആ ഒരു ഡിസൈൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡിസൈൻസൊക്കെ നമ്മൾ നോക്കിയിട്ട് അതിൽ അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവർക്ക് കൊടുത്തു. കണ്ടൻറ്റൊക്കെ നമ്മൾ തന്നെ കൊടുക്കണം. പിന്നെ നമ്മൾ ആക്ച്വലി വെഡ്ഡിങ് ഇൻവിറ്റേഷൻ ഭയങ്കര ആർഭാടമാക്കണ്ട നമ്മൾ ഓൾറെഡി വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്താൽ മതി എന്നുണ്ടായിരുന്നു. അപ്പോൾ സാധനം നമുക്ക് കിട്ടി. നമുക്കിനി അൺബോക്സ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയുണ്ടെന്ന്. അത്യാവശ്യം നന്നായിട്ട് അവർ ടേപ്പൊക്കെ ഇട്ട് ഒട്ടിച്ചിട്ടുണ്ട്. കുറച്ചെണ്ണം ഉണ്ടല്ലേ ഇത്? കുറച്ചെണ്ണം ഉണ്ട്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പാക്കൊക്കെ ചെയ്ത് ഇന്ന് അവർ ഉച്ചയാകുമ്പോൾ നമ്മൾക്ക് സംഭവം എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്താണ് വരും അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അൺബോക്സ് ചെയ്യട്ടെ. തുറക്കട്ടെ. അത്യാവശ്യം നന്നായി പാക്കൊക്കെ ചെയ്ത് സെറ്റായിട്ടാണ്. ഇനി കല്യാണം വിളിക്കേണ്ട ഒരു വലിയ ടാസ്ക് അല്ലേ മമ്മി? ഭയങ്കരമായ ടാസ്ക്. അത് ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് വേണമല്ലോ വിളിക്കാൻ. അതെ, ഇൻവിറ്റേഷൻ നമ്മൾ അടുത്ത പരിപാടി അതാണ്. അപ്പോൾ നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടാണ്. ഓക്കെ, ഇതാ സാധനം. ഇതാ ഗൈസ്, സ്മീര ആൻഡ് അതുൽ, ജാനുവരി 10th തന്നെയല്ലേ? ഇതൊന്ന് തുറക്കൂടാടി ഉള്ളിന്ന് നോക്കട്ടെ. ഇങ്ങനെ ഇവിടുന്ന് ഈ സംഭവം ഇങ്ങനെ വലിക്കുക, അതാണ് അതിൻ്റെ ടെക്നോളജി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് പിടിച്ചിട്ട് വലിക്കി നോക്കട്ടെ. യെസ്, വേണ്ട ഇത് മെല്ലെ മാറ്റുക. സ്നേഹ ആകാശ്, യെസ്, കറക്റ്റാണ്, നന്നായിട്ടുണ്ട് അല്ലേ? ഇത് നമ്പേഴ്സിന് നമ്മൾ എണ്ണി നോക്കണോ? രസമുണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലേ? അല്ലേ? കളർ നന്നായിട്ടില്ലേ? എല്ലാം അങ്ങനെ. അച്ഛൻ എങ്ങനെയുണ്ട് അച്ഛൻ? അച്ഛൻ വായിച്ചു നോക്കാം. ഇനി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാറ്റാൻ നമുക്ക് പറ്റില്ലല്ലോ. അത്യാവശ്യം നമുക്ക് ഈ കൗണ്ട് ചെയ്ത് നോക്കണോ ഇനി? അച്ഛൻ കൗണ്ട് ചെയ്ത് നോക്കണോ? നോക്കണം. നമ്മൾ ആക്ച്വലി ഇതിപ്പോൾ അതിൻ്റെ ഇതിപ്പോൾ ഒന്ന് മറ്റേതിൻ്റെയാണ്. ഇത് നമ്മൾ രണ്ടെണ്ണം ഉണ്ട്. ഒന്നിൽ നമ്മൾ ഹൽദിയും മറ്റേൻ്റെ ഇൻവിറ്റേഷൻ ഉണ്ട്. അത് നമ്മൾ ഇതിലുണ്ട്. അതും കൂടി നോക്കട്ടെ കേട്ടോ. ഇത് വെക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സാധനം അതാണ് ഫ്രണ്ടിൽ ഇത് കാണണം. ഇത് കാണണം. ഇഷ്ടപ്പെട്ടോ? നന്നായിട്ടില്ലേ? ഇനി നമുക്ക് അതിന്റെ ഹൽദീന്റെ സാധനം എവിടെ വെച്ചാൽ എങ്ങനെയാണ് എന്ന് അറിയണമെങ്കിൽ എനിക്ക് എണ്ണേണ്ടി വരും മമ്മി. വേണം എണ്ണ, കാരണം നമ്മൾ കൊടുത്തതും എത്രയാണെന്ന് അറിയണല്ലോ. എണ്ണണം. അതാണ് ഇത് എങ്ങനെ ഇത് കണ്ടുപിടിക്കുന്നത് എനിക്ക് അറിയില്ല കേട്ടോ. അതൊരു വലിയ ടാസ്ക് ആയിരിക്കും ഇതിൽ. കാരണം ഇതൊക്കെ നമ്മൾ ഒക്കെ അങ്ങനെ പുറത്തോട്ട് എടുത്ത് വെച്ചതാണ്. ഇനി ഇതിലിപ്പോൾ ഏതാണ് അതെന്ന് കാരണം മാറ്റി അത് വെച്ചിട്ട് അത് നമുക്ക് മാറ്റി മെല്ലെ മടങ്ങണ്ട മാറ്റി വെച്ചത് അങ്ങനെ കൊടുക്കാനുള്ളതാണ്. ഇങ്ങനെ തിരിഞ്ഞു വെച്ചതാണോ? ഇനി അതിൽ രണ്ടെണ്ണം ഉണ്ടോ? കാരണം അത് ആക്ച്വലി ഉണ്ടോ? രണ്ടെണ്ണം ഉണ്ടോ അതിൽ? ഒറ്റ തന്നെയാ? ഒറ്റ കാർഡാണുള്ളത്. കാരണം അത് അങ്ങനെ രണ്ടെണ്ണം നമ്മൾ എന്തായാലും പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ടോ? പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വേറെ തന്നെയായിരിക്കും. അത് മാറി ഒരു സാധനം കാർഡ് നമുക്ക് മാറി കിട്ടുന്നുണ്ട്. റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ട് അല്ലേ? ഇതാ ഇവിടെ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചതാണ് നമ്മുടെ. അതും കൂടി ഒന്ന് എടുക്കും നമുക്ക്. അല്ല, അത് നോക്കാം വെറുതെ. ഒരെണ്ണം അങ്ങനെ അതങ്ങനെ എടുക്കുക. ആകെ ഒരു ഇതല്ല, ഇതിപ്പോ എന്താ 2 സെക്ഷൻ നമുക്ക് അവർ മാറ്റി തന്നിട്ടുണ്ട് ഹൽദിക്ക് വേണ്ടി. കാരണം അത് കുറച്ച് കട്ടിയില്ലേ? ഒന്ന് മാത്രം എടുത്ത് നോക്കട്ടെ.
ഇതിലുണ്ട്. ഒന്ന് തുറക്കുമോ നോക്കട്ടെ. തുറക്ക്. 2 കാർഡുണ്ട് ഇതിൽ. നോക്കട്ടെ. ഇത് ഇതാ. ആ സംഗീത് സെലിബ്രേഷൻ അല്ലേ. ആ ഹൽദി ആൻഡ് സംഗീത്. കല്യാണം. എന്താ മാരേജ്. സൂപ്പർ. ഓക്കെ ഡൺ. നല്ല രസമുണ്ടല്ലോ അല്ലേ. ഓ രസമുണ്ട്. കാണുമ്പോൾ അതിനേക്കാളും നല്ല ഭംഗിയുണ്ട് വന്നപ്പോൾ. എനിക്ക് ആക്ച്വലി കാർഡ് ഞാൻ അങ്ങനെ ഓവർ വേണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അല്ല ഞാനല്ല പംസിച്ച് വിചാരിക്കുന്ന നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കാർഡ് വന്നപ്പോൾ സംഭവം നല്ല രസമുണ്ട് കേട്ടോ. സിമ്പിളാണ്, മതി, ഓവർ ആർഭാടങ്ങളൊന്നുമില്ല, പക്ഷെ ഇഷ്ടപ്പെടും. കൊണ്ട് നല്ല കളർഫുൾ ആയിട്ട്, അതുകൊണ്ട് പെട്ടെന്ന് കാണുമ്പോൾ ഒരു നല്ല അട്രാക്ഷൻ ഉണ്ട്. നല്ല കളർ ആയതുകൊണ്ട് അല്ലേ. നല്ല കളർ ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് എന്ത് തുടങ്ങാം? അങ്ങ് നമ്മൾ ആദ്യം അമ്പലത്തിൽ ഒന്ന് പൂജിച്ചിട്ട് ഒരു കാർഡ് നാളെ കൊണ്ടുപോയിട്ട് ഒന്ന് പൂജിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും കൊടുക്കാം. അതെ, ഇനി അത് കൊടുക്കുന്ന ഒരു വലിയൊരു ചടങ്ങാണ്. അതാണ് വലിയ ടാസ്ക്. യെസ്, കൊടുത്തല്ലേ പറ്റൂ. അതെ, കൊടുത്തല്ലോ. എല്ലാം നമ്മൾ ഇൻവൈറ്റ് ചെയ്യണമല്ലോ. അത് നമ്മൾ കൊടുക്കും എന്തായാലും. പിന്നെ അങ്ങനെ കൊടുക്കാൻ പോകും. നമുക്കിനി ഇതിപ്പോൾ കൗണ്ട് ചെയ്യാൻ തോന്നുന്നു. കൗണ്ട് ചെയ്യാന്നൊരു ടാസ്ക് ആയിരിക്കില്ല അമ്മ. ചെയ്യണം, അല്ലാതെ പറ്റില്ല. എന്തായാലും നമുക്ക് ചെയ്യണമല്ലോ, ചെയ്യാം. കൗണ്ട് ചെയ്യാം അല്ലേ. നമ്മളിതിൽ പേരൊക്കെ എഴുതിക്കോ. ആർക്ക് കൊടുക്കുന്നില്ലല്ലോ, പേരൊന്നും എഴുതില്ലല്ലോ. ഇവിടെയോ? വേണ്ടല്ലോ, പേരൊന്നും എഴുതില്ലല്ലോ. നമ്മുടെ നാട്ടിൽ ഇവിടെ കൊടുക്കണം. അതെന്തിനാ നമ്മൾ വീട്ടിൽ പോയിട്ടല്ലേ കൊടുക്കുന്നേ? വേണമെന്നില്ല, ചിലപ്പോൾ അയക്കണ വല്ലവരുണ്ടെങ്കിൽ. അതന്നെ, ഇപ്പം ഡിജിറ്റൽ യുഗമായതുകൊണ്ട് നമ്മൾ അയക്കുന്ന കാലൊക്കെ കുറേ കഴിഞ്ഞ്. അപ്പോൾ എല്ലാം നമ്മൾ നേരിട്ട് പോയി കൊടുക്കുന്നതായിരിക്കും കൂടുതൽ. അപ്പോൾ ഓക്കെ, അങ്ങനെ നമ്മുടെ വെഡിങ് ഇൻവിറ്റേഷൻ അൺബോക്സിങ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. സോ യെസ്, നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ശിശിര. ബൈ പറയൂ ഗൈസ്. ബൈ. ബൈ.